അല്ല, അച്ഛന്റെ ഇരട്ടപ്പേരെങ്ങനെയായിരുന്നു? പാൽക്കാവടി വൈദ്യര്. അച്ഛൻ വൈദ്യശാലയില് കഷായം, അരിഷ്ടം, ഗുളിക ഇതിനൊക്കെ പുറമെ പാൽക്കാവടി എന്നൊരു ചാരായം വാറ്റി വിട്ടിരുന്നു. ഈ പാൽക്കാവടി എന്ന സാധനം ഒരു 100 മില്ലി അടിച്ചവൻ അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാൽക്കാവടി ആട്ടമാണ്. ഒന്ന് നിർത്ത്. ചുംബന വളവിലാണ് എന്റെ അച്ഛന്റെ വൈദ്യശാല ഉണ്ടായിരുന്നത്. ഈ ചുംബന വളവില് ഒരു സന്ധ്യ കഴിഞ്ഞാ പിന്നെ എല്ലാരും പാൽക്കാവടിയാട്ടോ. അല്ല, ഈ പാൽക്കാവടി കുടിച്ചിട്ട് പലർക്കും ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. അവരെ അച്ഛനാ ചികിത്സിച്ചത്. ആ അച്ഛന്റെ ഒരേ ഒരു അസിസ്റ്റന്റ് ഞാനാ. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും പൂർണ്ണ സമ്മതമാണെങ്കിൽ ഈ കൊച്ചിന്റെ അസുഖം ഞാൻ ഭേദമാക്കി തരാം. ഇതിനുള്ള മറുമരുന്നൊക്കെ എനിക്കറിയാം. സൈക്കാട്രിസ്റ്റിനെ കാണിച്ച പോരെ രാജു? അവര് പിന്നെ സെഡേഷനുള്ള മരുന്നൊക്കെ കൊടുത്ത് ശ്രീ ഒരു പേഷ്യന്റ് ആക്കും. എടാ, ഇവർക്ക് വൈദ്യമൊക്കെ അറിയാം. ആ, എന്തായാലും ആയുർവേദം മതി. അത് നിങ്ങൾ തന്നെ ചെയ്തോ. അല്ല, ഇതിലൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് വൈകുന്നേരം മരുന്ന് കഴിച്ചാൽ ഒരു അരമണിക്കൂറിനകം മാറുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഒരല്പസമയം എടുക്കും. അമ്മേ, വേദന മാറിയാ മതി. ആ കാര്യത്തിൽ ഞാൻ ഓക്കെ. അപ്പം ഈ അമ്മിണി വൈദ്യരെ വേണു ആശാനൊന്ന് സഹായിക്കണം. ഈ വേണു എന്ത് ചെയ്യണമെന്ന് വൈദ്യര് പറഞ്ഞാ മതി. അതായത് കഷായം, ഗുളിക, ലേഹ്യം, തിത്തകം ഇതെല്ലാം ഉണ്ടാക്കാൻ ഞാൻ കുറെ മരുന്നുകളുടെ ലിസ്റ്റ് പറയും. അത് ആശാൻ എഴുതിയെടുക്കണം. അത് എന്നിട്ട് ആശാൻ എനിക്ക് സംഘടിപ്പിച്ചു തരണം. അതൊക്കെ ഞാൻ ഏറ്റു. അതെന്താ ചേച്ചി ഇങ്ങോട്ട് വരാത്ത? അതിന്റെ പേരാണ് അസൂയ. അവളിവിടെ രാധമ്മയുടെയും വേണുവശാന്റെയും ചക്കരമുത്തായി വിലസി നടന്നവളല്ലേ. ഇപ്പൊ ശ്രീമോള് വന്നില്ലേ? ശ്രീയെ നിങ്ങൾ ഓമനിക്കുന്നതിന്റെ അസൂയെ. അവള് പണ്ട് മുതൽ അങ്ങനെയാ. മൂത്ത മകളല്ലേ. ദീപക്കേ, ആമേ, ടിക്കറ്റ് ഓക്കെ. ഞാൻ അടുത്ത ദിവസം അമേരിക്കയിലേക്ക് പറക്കുക. അമേരിക്കയ്ക്ക് പറക്കുന്നു എന്ന്? ഈ വരുന്ന 10-ാം തീയതി രാവിലെ. ടിക്കറ്റ് ഒക്കെ ആണെങ്കിൽ നീ പോയിട്ട് വാ, സന്തോഷത്തോടെ പോയിട്ട് വാ. ഓക്കെ. പിന്നെ ഇവിടെ ഇപ്പോ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാടാ. അതെന്താ? രാജുവും ഋതികയും അവരുടെ ഏതോ ഫാമിലി ഇഷ്യൂസും ആയിട്ട് ഓടി നടക്കുക. ഈ തക്കം നോക്കി നീ ന്യൂയോർക്കിൽ പോയി അനന്തപിള്ളയുടെ മകളെ കാണ്. കല്യാണം കഴിച്ചിട്ടേ തിരിച്ചു വന്നാ മതി. അല്ല, കല്യാണമൊക്കെ അല്ലേ അമ്മ, എന്നെ ഫോണിലൂടെ ഒന്ന് അനുഗ്രഹിക്കണം. നിനക്കെന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. ശരി അമ്മേ. ശരി മോനെ. നീ ഇതുവരെ സ്റ്റേറ്റ്സിലേക്ക് പോയില്ലേ? പോയില്ല അങ്കിളെ. ഈ വെള്ളിയാഴ്ച പോണമെന്ന് വിചാരിക്കുന്നു. അങ്കിളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പോകണമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്റെ കേസ് അതൊരൽപ്പം വൈകും. കോടതിയിൽ കിടക്കുന്ന കാര്യമല്ലേ. കാലാവധി നീളുന്നതാ ഏറ്റവും വലിയ ശിക്ഷ. അല്ല, ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല അങ്കിളെ. കാലത്തിനനുസരിച്ചുള്ള മാറ്റം കോടതികളിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കേസ് എങ്ങനെയാണെങ്കിലും അത് വേഗത്തിൽ അവസാനിപ്പിക്കും. അതെന്ത് വായിക്കോട്ടെ. എന്റെ മരുമോനാകാൻ പോകുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അങ്കിളെ? പോളിറ്റിക്സ് അല്ല ഫാമിലി ലൈഫ്. പോളിറ്റിക്സില്
നമ്മൾ ചതിയും വഞ്ചനയും കാലുവാരലും ഒക്കെ നടത്തും. പക്ഷേ കുടുംബജീവിതം അങ്ങനെയല്ല. അങ്കിള് പറയ്. എന്റെ ഗാർഡിയനല്ലേ അങ്കിള്. അങ്കിൾ എന്ത് പറഞ്ഞാലും ഈ മരുമോൻ കേൾക്കും. പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്നെപ്പോലെ ദുഷ്ട സ്വഭാവമുള്ള ആളുകളല്ല എന്റെ ഭാര്യയും മകളും. അവര് വെറും പഞ്ചപാവങ്ങളാ. എന്റെ ആമകള് വർഷക്കാരാ. അങ്ങനെയല്ല, എന്റെ ഈ ഒരു മകളും എന്റെ ഭാര്യയും വെറും സാധുക്കളാണ്. നിന്നെ A to Z എനിക്കറിയാം. നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ പോകുന്നത്. കല്യാണം കഴിഞ്ഞും നിനക്ക് നിന്റെ പഴയ സ്വഭാവത്തിൽ തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ അയ്യോ അങ്കിളെ, അങ്കിളുടെ മകളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നതോടെ ഞാനൊരു പുതിയ ദീപക്കായി മാറും. മാറണം. എന്റെ മകളെയും ഭാര്യയെയും നീ പൊന്നുപോലെ നോക്കണം. ഹ. ഭാര്യയെ നോക്കാൻ മുംബൈയിൽ എന്റെ അനന്തരവളുണ്ട്. പിന്നെ ഭാര്യ കൂടെ വന്നാൽ നീ അവളെയും നോക്കണം. 100% അങ്കിളെ. നേരത്തെ പറഞ്ഞുറപ്പിച്ച പോലെ എന്റെ എല്ലാ സ്വത്തുക്കൾക്കും ഏക അവകാശി നീയും എന്റെ മകൾ നന്ദനിയുമാണ്. പിന്നെ അവളുടെ നമ്പർ ഇന്നലെ മുതൽ മാറിയിട്ടുണ്ട്. പുതിയ നമ്പർ നീ സേവ് ചെയ്ത് വെച്ചോ. പറഞ്ഞോ അങ്കിളെ. അപ്പോ നമ്പർ ഓർമ്മയുണ്ടല്ലോ? ഉണ്ടാക്കളെ. അപ്പൊ ഞാൻ പോയിട്ട് വരാം അങ്കിളെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അങ്കിൾ. യു ആർ വെൽക്കം.